കൃഷ്ണകുമാറിന്റെ കുടുംബ ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൊടിപൊടിക്കുന്നത്. സിന്ധു കൃഷ്ണയുടെ അമ്മയും അഹാനയും തൻവിയും ഒക്കെ ചേരുന്ന ഒരു കുടുംബ പോര്. ഇങ്ങനെ ഒരു കുടുംബ പ്രശ്നം ഇവരുടെ വീട്ടിലുള്ളതായി സത്യം പറഞ്ഞാൽ ഇതുവരെ മലയാളികൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ സിന്ധു കൃഷ്ണ ഒരു വീഡിയോ പലർക്കും അയച്ചു കൊടുക്കുന്നതായി പറയപ്പെടുന്നു. തന്റെ അമ്മ തന്റെ അച്ഛനെ സർജറിക്ക് ദിവസങ്ങൾക്ക് മുൻപ് വരെ മർദ്ദിച്ചിരുന്നു എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഇത് കണ്ട് സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിപ്പോകുന്നൊരവസ്ഥയാണ്. കാരണം ഒന്നാമത് ഇത്രയും വലിയൊരു പ്രശ്നം CCTV ദൃശ്യങ്ങൾ സിന്ധു കൃഷ്ണയുടെ വീട്ടിലെ CCTV ആണെങ്കിൽ ഇങ്ങനെ പുറത്തു വിടുമോ എന്നാണ് എല്ലാവരും ഒന്നടങ്കം ചോദിക്കുന്നത്. അഭിനയത്തിന് പുറമെ രാഷ്ട്രീയത്തിലും സജീവമാണ് കൃഷ്ണകുമാർ. അഭിനയത്തിൽ തിളങ്ങി നിന്നൊരു സമയത്തിൽ നിന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെയും തന്റെ രാഷ്ട്രീയ ജീവിതവും മിനുക്കിയെടുക്കുകയാണ് അദ്ദേഹം. കൃഷ്ണകുമാറിന്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നോക്കണ്ട, എല്ലാം തന്റെ 4 പെൺമക്കളും കൂടി നോക്കിക്കോളും എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. തന്റെ റിട്ടയർഡ് ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ആസ്വദിക്കുകയാണ്. തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് തനിക്ക് രാഷ്ട്രീയമാണ് ഇഷ്ടമെങ്കിൽ രാഷ്ട്രീയം ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. തന്റെ മക്കൾ തന്റെ വീട് നോക്കിക്കോളും എന്നൊരു ധൈര്യം ഇന്ന് കൃഷ്ണകുമാറിനുണ്ട്. ആ ധൈര്യത്തിലേക്ക് എത്താൻ ഒരുപാട് കടമ്പകൾ അദ്ദേഹം കടന്നിട്ടുമുണ്ട്. 4 പെൺമക്കളല്ലേ, തനിക്ക് പേടിയില്ലേ ഇന്നത്തെ ലോകത്തേക്ക് ഈ പെൺമക്കൾ വളർന്നു വരുമ്പോൾ എന്ന ഒരു ചോദ്യം ഭാഗ്യലക്ഷ്മി ഒരു ഇന്റർവ്യൂവിൽ കൃഷ്ണകുമാറിനോട് ചോദിച്ചു. ആ സമയത്ത് കൃഷ്ണകുമാർ പറയുന്നത് അതാണ് ധൈര്യമെന്നാണ്. ഈ വരാൻ പോകുന്ന 100 വർഷം എന്ന് പറയുന്നത് സ്ത്രീകളുടെ കാര്യം കയ്യിലാണ്. സ്ത്രീകളാണ് ഇനി നയിക്കാൻ പോകുന്നത്. ഇവർക്കൊക്കെ എന്തിനാണ് റിസർവേഷൻ കൊടുക്കുന്നത്, സ്ത്രീകൾക്ക് എന്തിനാണ് റിസർവേഷൻ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി മുന്നോട്ടുള്ള കാലം എന്ന് പറയുന്നത് അവരുടേതാണ്. അവരാണ് സമ്പാദിക്കാൻ പോകുന്നത്, അവരാണ് ഇനി ലോകം നയിക്കാൻ പോകുന്നത് എന്നൊക്കെ കൃഷ്ണകുമാർ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്. അത് ഭാഗ്യലക്ഷ്മിക്കും നല്ലൊരു സംഭവമായി തന്നെ തോന്നി. അത് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുമുണ്ട്. കൃഷ്ണകുമാർ അന്ന് ഹൻസികയ്ക്ക് തീരെ കുഞ്ഞാണ്. ഒരു 4-5 വയസ്സ് അല്ലെങ്കിൽ ഒരു 10 വയസ്സിനകത്തൊക്കെ പ്രായമുള്ളൂ. ബാക്കി എല്ലാവരും സ്കൂളിലോ കോളേജിലും ഒക്കെ പഠിക്കുന്ന ഒരു പ്രായമാണ് ഈ പെൺമക്കളൊക്കെ. എന്നാൽ ഇന്നത്തെ കാലം നോക്കുമ്പോൾ കൃഷ്ണകുമാർ അന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അച്ചട്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അച്ചട്ടായിട്ടാണ് ഇന്ന് ഓരോ കാര്യങ്ങളും നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും. കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന്റെ ഓരോ കാര്യങ്ങളും നോക്കിയാൽ ഇവർക്ക് സ്വന്തമായി ബിസിനസ് ഉണ്ട്. ഒരാൾ കുടുംബമായി കഴിയുന്നു, അയാൾക്കും ബിസിനസ് ഉണ്ട്, സ്വന്തമായി വീടുണ്ട്, കാറുണ്ട്. എല്ലാം ഈ പെൺമക്കൾ തങ്ങളുടെ അധ്വാനത്തിലൂടെ തന്നെ നേടിയതാണ്. അത് പറയുമ്പോൾ ഇവർക്ക് തന്നെ നല്ല അഭിമാനവുമുണ്ട്. കാരണം വെറുതെ ഇരുന്നിട്ടല്ല, അച്ഛന്റെയും അമ്മയുടെയും പൈസ എടുത്ത് ചിലവാക്കുന്ന ഇന്നത്തെ ലോകത്ത് പോഷറായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ട് പണം ഉണ്ടാക്കുന്ന സമയത്ത് തങ്ങൾ ഒരു ബിസിനസ് കൂടി സ്റ്റാർട്ട് ചെയ്താണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഹൻസികയും ഈ ബിസിനസ്സിൽ ഇടം നേടിയിട്ടുണ്ട്. അമ്മയും 3 പെൺമക്കളും മാത്രമല്ല, ദിയ കൃഷ്ണയെ തന്റെ ഭർത്താവിനോടൊപ്പം തന്നെ ഒരു ജ്വല്ലറി ബിസിനസ്സും അതിനൊപ്പം തന്നെ ഒരു ഡ്രസ്സിന്റെ ബിസിനസ്സും ഒന്നിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവരുടെ ഫാമിലി വാർത്തകളൊക്കെ വലിയ രീതിയിൽ ചർച്ചകളിൽ ഇടം നേടിയിരുന്നു. ഇവരുടെ തന്നെ വ്ലോഗിലൂടെ പുറത്തു വന്ന കുറേ കാര്യങ്ങൾ ചർച്ചകളായി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ പഴയ വീഡിയോകളൊക്കെ കാണുമ്പോൾ കൃഷ്ണകുമാർ എത്രത്തോളം ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു സാധനം എത്രത്തോളം മുന്നിൽ കണ്ടിരുന്നു എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും. വീട്ടിലൊരാളെ കണ്ട പോലെയാ വന്ന് സംസാരിക്കുന്നത്. ഒരു ഓഡിയൻസ് ചെറുതായിട്ടുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ ചെറുതായിട്ടോ? എത്ര ഇപ്പൊ ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് 2 മില്യൺ ആവാൻ പോകുന്നു. പണ്ടേ ആയി 2.7 3 മില്യണിലോട് അടുക്കുന്നു. അതെ അതെ. ഏതൊരു പബ്ലിക് പ്ലേസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കും ആഗ്രഹം ഓഡിയൻസ് ആണ്. അതിപ്പോ കുറച്ചുള്ളതിൽ സന്തോഷമുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ആസ് എൻ ആക്ടർ അതൊരു ബിഗർ ഓഡിയൻസിലേക്ക് എത്തണം എന്നും ആഗ്രഹമുണ്ട്. എപ്പോ മുതൽ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്ന് സ്വയം ഒരു ധാരണയുണ്ടോ? എപ്പോ മുതൽ ഈ മാജിക് സംഭവിച്ചു തുടങ്ങിയെന്നുള്ളത്? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു എനിക്ക് അറിയത്തില്ല. മേ ബി ചിലപ്പോൾ നമ്മള് വീഡിയോസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണോ ഇത്രയും അക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങിയത്? ആക്ച്വലി 2014 എന്റെ കരിയർ തുടങ്ങിയിട്ട് ഈ മറ്റേ സൈബർ ബുള്ളിങ് സംഭവം ഹാപ്പൻ ഇൻ 2020. അതുവരെ ഞാൻ അങ്ങനെ മോശം കമന്റ്സ് ഒന്നും കണ്ടിട്ടില്ല. ആ ഒരു ഫേസില് വിത്ത് ദാറ്റ് സൈബർ ബുള്ളിങ് തിങ് ഹാപ്പനിങ് ആൻഡ് മൈ ഫാദർ ഗെറ്റിംഗ് ഇൻ ടു പൊളിറ്റിക്സ്, ആ സമയത്ത് മാത്രമാണ് ഞാൻ ഒരു സ്പ്ലേർജ് ഓഫ് ബാഡ് കമന്റ്സ് കണ്ടിട്ടുള്ളത്. അത് ആ ഫേസ് കഴിഞ്ഞപ്പോ മാറി കേട്ടോ. അപ്പം പണ്ടങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല.
ഇതിന് ശേഷമാണോ, ആ പെർട്ടിക്കുലർ ഇൻസിഡന്റിന് ശേഷമാണോ? അപ്പൊ അങ്ങനെ ഒരു ഫേസ് വന്നു. പക്ഷെ പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി ദാറ്റ് നോ പോയിന്റ്, വെറുതെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. നമ്മളോട് ഒരാളൊരു ദ്രോഹം ചെയ്തിട്ടില്ലാതെ വെറുതെ എന്തിനാ അവരുടെ പേജിന്റെ താഴെ പോയി കമന്റ് ഇടുന്നെന്നുള്ളൊരു റിയലൈസേഷൻ പിന്നെ ആൾക്കാർക്ക് വന്നു. കാരണം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നൊരു സംഭവം, ഒരു ധാരണയില്ലാത്ത മോശം കമന്റ് ഒക്കെ ആരെങ്കിലും ഇട്ടാലും അത് ചോദിക്കാനും കമന്റ് ബോക്സിൽ ആൾക്കാരുണ്ട്. അപ്പം ഇതൊരു ഒരു സൈക്കിൾ ആണെന്ന് തോന്നുന്നു. എന്തായാലും മറ്റേ ലെറ്റർ ടു സൈബർ ബുള്ളിങ്, അതിനുശേഷം ഈ പറഞ്ഞ പോലെ ബുള്ളിങ് വളരെയധികം കുറഞ്ഞിട്ടില്ലേ, കുറേയധികം മാറ്റം വന്നതായിട്ട് സ്വയം തോന്നുന്നില്ലേ? മേ ബി. കാരണം സി ഐ ടെൽ യു വാട്ട്, ആ ഒരു വീഡിയോ ഇറ്റ് കെയിം അറ്റ് ദ റൈറ്റ് ടൈം. ബട്ട് കഴിഞ്ഞിപ്പോ എത്രയോ നാളുകളിൽ ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന വിഷയത്തിനെയൊക്കെ കുറിച്ച് ഒത്തിരി കോൺവെർസേഷൻ ഉണ്ടായിരുന്നു അല്ലെ. പീപ്പിൾ സ്പോക്ക് സോ മച്ച് അബൌട്ട് ഇറ്റ് ദാറ്റ് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ലൊരു തക്കതായ ധാരണ കിട്ടി. ടു ദ പോയിന്റ് ദാറ്റ് ഇപ്പം ഒരു ആവശ്യവുമില്ലാതെ ഒരാള് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മോശമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ചോദിക്കാൻ വേറെ 10 പേരുണ്ട്. ആ ഒരു മാറ്റം ആൾക്കാരിൽ വന്നു. ചോദിക്കാൻ ആൾക്കാർ വന്നപ്പോൾ ഈ പറയാൻ വരുന്നവരുടെ എണ്ണവും കുറഞ്ഞു. അതാണ് സംഭവിച്ചത്. ഏതൊരു വിഷയത്തിലും കോൺവെർസേഷൻ സംഭവിക്കുമ്പോഴത്തേനും എന്താ പറയാ, ആൾക്കാർ അതിൽ കുറച്ചുകൂടി ആൾക്കാർക്ക് അത് മനസ്സിലായി തുടങ്ങും. ആൾക്കാർക്ക് അത് മനസ്സിലായി തുടങ്ങുമ്പോൾ പിന്നെ വൃത്തിയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പറ്റത്തില്ലല്ലോ, കുറയും. പിന്നെ അതിന്റെ അപ്പുറത്ത് ഉളുപ്പില്ലാത്ത ആൾക്കാർ ഇനിയും വന്ന് പിച്ചുമ്പയൊക്കെ പറയത്തുള്ളൂ. അത് 10 പേര് എന്നെ തെറി വിളിച്ചാലും കുഴപ്പമില്ല, ഞാൻ പിച്ചുമ്പയും പറയും. അങ്ങനെ എന്തായാലും ഇത്രയും പെർസ്പെക്റ്റീവ് ഉള്ള നായികയുടെ കുറെ കാലത്തിന് ശേഷം ഒരു സിനിമ സംഭവിക്കുകയാണ്. സിനിമയുടെ പേര് അടി എന്നാണ്. ഇതിൽ ആരെയാണ് അടിക്കുന്നത്? പൊതുവെ ഒരു ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇത് ദപ്പട്ടിന്റെ മലയാളം റീമേക്ക് ആണെന്ന്. അല്ല, ഇതല്ല, ഇത് വേറൊരു അടിയാണ്. ഇതൊരു ഇറ്റ്സ് എൻ ഒറിജിനൽ. ആൻഡ് അത് മാത്രമല്ല, എനിക്ക് ഈയിടെ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. മറ്റൊരു സിനിമയെ അനുകരിക്കാൻ നോക്കുന്ന ഒരു സിനിമയല്ല. ഈ സിനിമയിലുള്ള സംഭവം ഞാൻ ഇതുവരെ വേറൊരു സിനിമയിൽ കണ്ടിട്ടില്ല. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു അടിയാണ്. നാച്ചുറലി നമ്മൾ ഇതിന്റെ സെൻട്രൽ പോയിന്റിൽ സംസാരിക്കുന്നത് ഒരു അടിയെ കുറിച്ച് തന്നെയാണ്. വേറെ എന്തെങ്കിലും അടിയും ആകാം, ഇങ്ങനെയാവാം, ഇങ്ങനെയാവാം. ഇങ്ങനെയാണെങ്കിൽ 3, ഇങ്ങനെയാണെങ്കിൽ 0 എന്ന് പറയുന്ന പോലെ. അതെനിക്കറിയത്തില്ല. പക്ഷെ ഒരു അടി തന്നെയാണ് ഇതിന്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അതായത് സിനിമ ദ കോസ് ഓഫ് ദ ഫിലിം, സിനിമ തുടങ്ങി കുറച്ചു നേരത്തെ തന്നെയാ വരുന്നത്. അപ്പം there is an അടി. ആ അടിയെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളും, ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ നമ്മൾ പലതും ചെയ്യും, അതിൽ ചിലത് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അതേ തുടർന്ന് സംഭവിക്കുന്ന മറ്റു ചില കാര്യങ്ങളും അങ്ങനെ 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 പോകുന്ന ഒരു സിനിമയാണ്. ഒരു 1 വീക്ക് ടൈം ഫ്രെയിമിന്റെ അകത്ത് സംഭവിക്കുന്ന ഒരു ചെറിയ കഥയാണ്. നമ്മള് ഇതിനെപ്പറ്റി ട്രെയിലർ ഇറങ്ങിയിട്ടില്ല, ടീസർ ഇറങ്ങിയിട്ടില്ല, ഒരു ക്ലൂ ഇല്ല നമുക്ക്. ആകെ നമുക്ക് അറിയാവുന്നത് അഹാനയുടെ ബർത്ത്ഡേക്ക് ദുൽഖർ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മാത്രമേ ഇതിനെപ്പറ്റി ഒരു ക്ലൂ ഉള്ളൂ. അതിൽ ആക്ച്വലി ഷൈൻ ടോം ചാക്കോന്റെ മുഖത്തൊരു ചുവന്ന പാടുകളുണ്ട്, മർദ്ദനമേറ്റ പാടുകൾ. ആ കറുത്ത കൈകൾക്ക് പിന്നിൽ താങ്കളുടെ കൈപ്പാടാണോ? കറക്റ്റ് ആ സമയത്ത് തന്നെ. നല്ല തൊണ്ടവേദന ഉണ്ടോ? ഞാൻ നല്ല ഉത്സാഹത്തിൽ കുടിച്ചോണ്ടേ. അല്ല, ഞാനല്ല അതിന്റെ കാരണക്കാരി. കറുത്ത കാര്യങ്ങൾ നമ്മളെ അല്ല. അല്ലല്ല. പിന്നെ ആരെ ഈ ഷൈൻ ടോം ചാക്കോനെ എടുത്തിട്ട് ചാമ്പന്റെ മുഖത്ത്? ഞാൻ ബാക്കി കഥയും കൂടി പറഞ്ഞു തരട്ടെ. അതാണല്ലോ അത് ഈ പറഞ്ഞ. പക്ഷെ ഈ പറഞ്ഞ ക്രക്സ് അത് തന്നെയാന്ന് പറഞ്ഞ സിനിമ കണ്ടു തുടങ്ങി ഒരു 15ാമത്തെ മിനിറ്റിൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. 20 വേണ്ട, 15ാമത്തെ മിനിറ്റിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താ സംഭവം. ആരെ അടിച്ചു, ആരെന്തിനടിച്ചു, എങ്ങനെ അടി വീണു, എത്ര അടി വീണു, എല്ലാം അറിയാൻ പറ്റും. പക്ഷേ ഈ കണ്ട അടി ഞാൻ കൊടുത്ത അടിയല്ല, വേറെ ആരുടെയോ വേറെ വഴി വന്ന അടിയാണ്. എന്റെ അടി ഇങ്ങനെ അല്ല എന്നാണോ?